എൻ്റെ ഭർത്താവ് ഒരു പ്രവർത്തകനാണ്, സമയം തെറ്റി 12 മണിക്കാണ് വരാറുള്ളത്, കാരണം മീറ്റിംഗ് ആണെന്ന് പറയും. അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും പ്രയാസമാണ്. അതിനെന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരാമോ എന്നാണ് ചോദ്യം. പൊതുവേ രാത്രി വൈകുന്നതിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വളരെ അനിവാര്യമായ കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇഷാക്ക് ശേഷമുള്ള സമയത്ത് ഉപയോഗപ്പെടുത്തേണ്ടത്. കാരണം അത് പിറ്റേന്ന് രാവിലെയുള്ള ആരാധനകൾക്കും സുബഹി നമസ്കാരത്തിനും എല്ലാറ്റിനും പ്രശ്നമാണ്. നമ്മൾ എത്ര നേരത്തെ എഴുന്നേൽക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല, നമ്മൾ വൈകി വരുന്നത് പ്രശ്നമാണ്. പക്ഷേ സ്വാഭാവികമായും എന്ത് ചെയ്യും, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു എക്സ്ട്രാ ഡ്യൂട്ടിയിലെ നിർവഹിക്കണം. അവരുടെ ജോലി ഉണ്ടാവില്ലേ പകൽ സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഈ രാത്രി സമയങ്ങളാണ് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ പുതിയ ഡിസ്കഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, നീണ്ടുപോകും. പക്ഷേ എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ നമുക്കത് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയും. അതായത് ഒരാൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് കറക്റ്റായിട്ടുള്ള ടൈം മാനേജ് ചെയ്തിട്ട് ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി ചെയ്യണം. ഇപ്പോൾ യോഗത്തിൻ്റെ ദിവസം യോഗമാണ്, അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്, ഇന്ന് മീറ്റിങ്ങിൻ്റെ ദിവസമാണ്, അപ്പോൾ അന്ന് അയാൾ വൈകി വരും. അത് ഉൾക്കൊള്ളാൻ വീട്ടുകാർക്കൊക്കെ പറ്റും. എന്ന് കയറി വരുമ്പോൾ ഇന്ന് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, നമ്മൾക്ക് കുറേ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം നമ്മൾ സമയം വീതിക്കുന്നില്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നടക്കാതെ പോകുന്നു എന്നത് സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം, പരിഹരിക്കണം. എന്നാൽ അതോടൊപ്പം എല്ലാവരും ഒരേ ഉത്തരവാദിത്തത്തിലാവില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഈ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കും, ജില്ല. അപ്പോൾ അവർക്ക് സാധാരണ ഒരു ശാഖയിലെ പ്രവർത്തനങ്ങളെക്കാളും എന്ത് ചെയ്യും, സമയം ആവശ്യമായി വരും. എന്നാൽ പോലും അവരുടെ മക്കൾ, അവരുടെ ഭാര്യ, ഇവരൊക്കെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്ത് മാതാപിതാക്കൾ ഇവരൊക്കെ ഇപ്പോൾ അത് പ്രായമായ ഉമ്മാരൊക്കെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ വരുന്നവരെ ഇവർ ടെൻഷൻ അടിച്ചിരിക്കും, ഭയങ്കരമായി ടെൻഷൻ അടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കണം. അപ്പോൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ചില ദിവസങ്ങൾ നൽകുക, ബാക്കി ദിവസങ്ങളൊക്കെ നമ്മൾ എത്താൻ ശ്രമിക്കുക. കുറേയൊക്കെ നമ്മൾ സമയങ്ങളെ ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം ഒരു പരാതി ഈ സഹോദരി പറയേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിയല്ലോ. ഏറ്റവും മിനിമം പരാതി പറയാതിരിക്കാൻ താൻ ഈ ചെയ്യുന്ന കാര്യം ഇങ്ങനെ നിർവഹിക്കാൻ പറ്റുള്ളൂ എന്ന് അവരെ കൺവിൻസ് ചെയ്യാനെങ്കിലും കഴിയാത്തത് കൊണ്ടാണ് ഈ ചോദ്യം പുറത്തു വന്നത്. അപ്പോൾ അവർ അസംതൃപ്തയാണ്. അതുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുക, ഇപ്പോൾ എന്നും വൈകി വന്നാൽ പോലും അവരതിൽ വിഷമിക്കാത്തൊരവസ്ഥയെങ്കിലും ഈ സുഹൃത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു ഭാര്യക്ക് അതുപോലെ തന്നെ കുടുംബത്തിന് ഇദ്ദേഹം ഒരു ദാവാ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടുള്ള ഒരു ഗുണം, അതിൻ്റെ ഒരു പ്രതിഫലം, അതിൻ്റെ മഹത്വം, പിന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ഒരു യോഗത്തിന് എത്തിച്ചേരേണ്ട ആളുകളാകുമ്പോൾ സ്വാഭാവികമായിട്ട് ജോലി കഴിഞ്ഞ് പുറപ്പെടണം, അങ്ങനെ എത്തിച്ചേരാൻ സമയമെടുക്കും. സ്വാഭാവികമായുള്ള വൈകലുകൾ, ഈ വൈകലുകളൊക്കെ ബോധ്യപ്പെടുത്തുക എന്നിടത്താണ് ആ പുരുഷൻ ഭർത്താവ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സൊല്യൂഷൻ.